ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. തിരുനെൽവേലി പോയ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ആദ്യം തെങ്കാശിയിൽ ഒരു അമ്പലത്തിൽ കയറിയിരുന്നു. തിരുമലക്കോവിൽ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. വളരെ മനോഹരമായ ഒരു അമ്പലമാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുരുകക്ഷേത്രമാണ്. അഗസ്ത്യമുനിക്ക് ഭഗവാൻ ഇവിടെ വെച്ചാണ് ദർശനം കൊടുത്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വളരെ മനോഹരമായ ക്ഷേത്രമാണ്. പക്ഷെ നല്ല വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. പിന്നെ നമുക്ക് ടെമ്പിളിനുള്ളിലോട്ട് വീഡിയോസും മൊബൈൽസും ഒന്നും അനുവദിക്കത്തില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ട്രാവൽ തുടങ്ങി തിരുനെൽവേലിയിലോട്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വൺ ഡേ അവിടെ സ്റ്റേ ആയിരുന്നു. ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ വൈകിട്ട് നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. RMKVയിലും ചെന്നൈ സിൽക്കിലും ഒക്കെ പോയി കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. വളരെ നല്ലൊരു സ്ഥലമാണ് തിരുനെൽവേലി. ഒരുപാട് പർച്ചേസിങ്ങിനുള്ള ഓപ്ഷനും മറ്റു കാര്യങ്ങളും ഡ്രസ്സുകളായാലും ഒരുപാട് കളക്ഷനുള്ള ഒരു സ്ഥലം. നെക്സ്റ്റ് ഡേ നമ്മൾ മണിമലയാർ ഡാമും ഒരു വാട്ടർഫാൾസും ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ഇതൊക്കെ നമ്മുടെ തിരുനെൽവേലിയുടെ പക്ക ഗ്രാമപ്രദേശമാണ്. വളരെ മനോഹരമായ സ്ഥലമാണ് തിരുനെൽവേലിയും. തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൂപ്രകൃതിയും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല. അപ്പം ഞങ്ങൾ അപ്പോൾ ആ യാത്രയിൽ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോയി. അത് മണിമുത്താർ ഡാമിൻ്റെ ഉള്ളിലായിട്ട് കുറേ നേരം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ കാട്ടിനുള്ളിൽ കൂടെ പോകുമ്പോഴാണ് ആ വാട്ടർഫാൾസ് ഉള്ളത്. ഇപ്പം കുറച്ച് വെള്ളമേ ഉണ്ടെങ്കിലും മനോഹരമായ കാഴ്ചയാണ്. അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മാൻ, ആന, ഒരുപാട് കടുവയൊക്കെ ഉള്ള സ്ഥലമാണ്. ചില സമയങ്ങളിൽ ഈ കടുവയൊക്കെ ഈ കാട്ടിനുള്ളിൽ ഇറങ്ങാറുണ്ട്. അത് ഗ്രാമപ്രദേശത്തോട്ട് ഇറങ്ങാറുണ്ട്. ഇപ്പം ഉണക്കായതുകൊണ്ട് കടുവയും മറ്റു വന്യജീവികളെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. വാട്ടർഫാൾസ് വളരെ മനോഹരമായ കാഴ്ചയാണ്. വെള്ളം അധികം ഇല്ലെങ്കിലും പക്ഷെ ഭയങ്കര ചൂടാണ്. നമ്മുടെ ക്ലൈമറ്റ് പോലല്ല. തിരുനെൽവേലിയൊക്കെ നല്ല ചൂടാണ്. നമുക്കൊട്ടും നിൽക്കാൻ പറ്റാത്തത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ കണ്ടിട്ട് നമ്മൾ ഡാമിൻ്റെ അടുത്തോട്ട് വന്ന്. ഡാമിൻ്റെ അടുത്തൊന്നും പിന്നെ പറയണ്ട, വെയിൽ കാരണം നമുക്ക് അധികം സമയം നിൽക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ മുകളിൽ കയറിയാലേ നമുക്ക് വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മുകളിലൊന്നും കയറിയിട്ടില്ല. അത്രയ്ക്ക് വെയിലും ചൂടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. അവരുടെ വീട്ടിൽ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു തന്നു. ഇതും നമുക്ക് വരുന്ന വഴിയിലൊരു ചെറിയ ഡാം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ആളുകൾ കുളിക്കുകയും ഇതൊക്കെ തിരുനെൽവേലിയുടെ ഉള്ളിലായിട്ടുള്ള പ്രദേശങ്ങളാണ്. ആ വീടാണിത്. വളരെ മനോഹരമായ നമ്മുടെ ഗ്രാമം പോലെ അവരുടെ ഗ്രാമ കാഴ്ചകളാണ് ഇതൊക്കെ. അവർ നമ്മളെ നല്ല ആതിഥ്യമര്യാദയോടുകൂടിയാണ് അവർ നമ്മളെ സ്വീകരിച്ചതും. അവർ ഫുഡായാലും തമിഴ്നാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവരുടെ വിനയമാണ്. അവരുടെ വിനയവും അവർക്ക് മറ്റുള്ളവരോടുള്ള ഒരു പെരുമാറ്റം തന്നെ വളരെ മാന്യമായ പെരുമാറ്റമാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിരുനെൽവേലി യാത്ര. ബാക്കിയൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ തിരുനെൽവേലിയിൽ ഒരു സ്പെഷ്യൽ ഒരു സ്വീറ്റാണ് തിരുനെൽവേലി ഹൽവ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഹൽവ ഉണ്ട്. അപ്പം നമ്മൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സ്ഥലമാണിത്. ഇതവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. തിരുനെൽവേലി ബസ് സ്റ്റോപ്പാണ്.